ഡോക്ടർ ഗായത്രിയുടെയും ഡോക്ടർ ശ്യാം മോഹന്റെയും മകളായ അമ്മുവിന്റെ മൊഴി കേൾക്കാൻ ഈ കോടതി താല്പര്യപ്പെടുന്നു. മോളുടെ പേരെന്താ? അമ്മു. മോള് പഠിക്കുന്നുണ്ടോ? ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാ. മിടുക്കി. ഇനി ജഡ്ജി അങ്കിള് ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിനും ഇതുപോലെ മോള് സ്മാർട്ടായിട്ട് ഉത്തരം പറയണം. മോളുടെ അച്ഛനും അമ്മയും ബന്ധം പിരിയാൻ പോവാണ്. അപ്പോ മോൾക്ക് ഇത്രയും നാൾ കഴിഞ്ഞിരുന്ന അച്ഛനോടൊപ്പം പോണോ അതോ മോളെ നൊന്ത് പ്രസവിച്ച അമ്മയോടൊപ്പം പോണോ? പറമോളെ, മോൾക്ക് അച്ഛനൊപ്പം ജീവിക്കണോ അതോ അമ്മയ്ക്കൊപ്പം ജീവിക്കണോ? അത് പറമോളെ. പറയൂ. അത് പിന്നെ അത് മോക്കേ അച്ഛനെ വേണം. അമ്മയും വേണം. അത് പറ്റില്ല മോളെ. ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ. രണ്ടിൽ ആരെയാണ് മോള് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവർക്കൊപ്പം മോക്ക് പോവാം. അയ്യോ, സമയം പോകുന്നു. പെട്ടെന്ന് പറ മോളെ. മോക്ക് ആർക്കൊപ്പമാ പോണ്ടേ? എനിക്ക് അത് പിന്നെ ഇവർക്ക് പറയാത്ര പ്രയാസം. എന്താ മോക്ക് ഇത്ര സംശയം? പറ മോളെ. എന്തു പറഞ്ഞാലും മോളെ ആരും ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞു. എനിക്ക് മമ്മിക്കൊപ്പം പോയാ മതി. ഇത് ചതിയാണ്, ഇത് ചതിയാണ്. ശ്യാം, കോടതിയിൽ ഇമോഷൻസ് പാടില്ല മിസ്റ്റർ ശ്യാമോഹൻ. വാദപ്രതിവാദങ്ങളും കുട്ടിയുടെ മൊഴിയും കോടതി കേട്ടുകഴിഞ്ഞു. അമ്മു പെൺകുട്ടിയാണ്. അതിലുപരി അവൾക്ക് അമ്മയ്ക്കൊപ്പം ജീവിക്കാൻ ഇഷ്ടവുമാണ്. ആയതിനാൽ ഗായത്രിക്കും ശ്യാം മോഹനും ഈ കോടതി ഡിവോഴ്സ് അനുവദിക്കുന്നതിനോടൊപ്പം അമ്മു മോൾക്ക് ഡോക്ടർ ഗായത്രിക്കൊപ്പം പോകാനും ഈ കോടതി അനുമതി നൽകുന്നു. The court is adjourned. മോളെ, അച്ഛ, എന്റെ മോള്. മോളെ, അമ്മു, മോളെ, അച്ഛനെ വിട്ട് പോവല്ലേ മോളെ. മോളെ, അച്ഛനെ വിട്ട് പോവാ. മാറി നിൽക്കണം മിസ്റ്റർ. കോടതി വിധി വന്നു കഴിഞ്ഞു. ഇനി ഇവളെ എനിക്ക് സ്വന്തം. മോളെ, എന്റെ മോള് നിങ്ങൾ ഉറപ്പ് തന്നതല്ലേ എനിക്ക് എന്റെ മോളെ തരാതെ.
മനു, എനിക്കെന്നെ മോളില്ലാതെ ജീവിക്കാനാവില്ല. അവള് പോയി. എന്റെ എല്ലാം പോയി. അച്ഛാ. ശ്യാം, 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 കണ്ണു തുറക്ക്. ശ്യാം. എന്റെ ജെയിംസ് അച്ചായനെ പോലും അയാൾ വിഷം നിറച്ചു കളഞ്ഞു. അത് പറമോളെ. പറയൂ. അത് പിന്നെ അത് മോക്കേ അച്ഛനെ വേണം. കേസ് കഴിഞ്ഞിട്ടുണ്ടാവില്ലമ്മേ എന്ന് കരുതി ഫോൺ അറ്റൻഡ് ചെയ്യുന്നോണ്ട് എന്താ കുഴപ്പം? കോടതി എന്താ മോക്ക് ഇത്ര സംശയം? പറമോളെ, എന്തു പറഞ്ഞാലും മോളെ ആരും ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞു. എനിക്ക് മമ്മിക്കൊപ്പം പോയാ മതി. എന്തൊരു പറച്ചില്ലമ്മേ. അമ്മമ്മോൾക്ക് അവളുടെ അച്ഛനെ മതിയെന്ന് കോടതിയോട് പറഞ്ഞു കഴിഞ്ഞാ ജഡ്ജിനെന്നല്ല ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഗായത്രി ലക്ഷങ്ങൾ വാരി എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മൂല്യം അതോടെ തീർന്നു. പിന്നെ അവർക്ക് അനുകൂലമായി വളച്ചൊടിച്ച വിധിവാചകം ജഡ്ജിന് മാറ്റി എഴുതേണ്ടി വരും. എങ്ങനെയൊക്കെ ആശ്വസിക്കാൻ ശ്രമിച്ചാലും ചങ്കിടിപ്പ് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. കൈവിട്ടു പോയാ എനിക്ക് നഷ്ടമാകുന്നത് എന്റെ കൊച്ചുമോളെ മാത്രമല്ല ഊർമിളെ, അവൾക്കൊപ്പം എന്റെ ശ്യാമിനെ എനിക്ക് നഷ്ടമാകും. എന്നുവെച്ചാ ശേഷം കാലം വൃദ്ധരായ ഒരച്ഛനും അമ്മയും പരസ്പരം നോക്കിയിരുന്ന് കാലം കഴിക്കേണ്ടി വരുമെന്നർത്ഥം. ഇത്രയൊക്കെ കടന്നു ചിന്തിക്കണോ? അത് നിസ്സാരമായി ജയിച്ചു കയറാൻ പോകുന്ന ഈ കേസിന്റെ കാര്യത്തിൽ കേസ് ജയിക്കും, ജയിക്കണം. പക്ഷേ ശ്യാം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പറയുന്നൊക്കെ മോളും കേട്ടതല്ലേ? എന്തോ ഒരു ഭയം, ഒരാളല് മനസ്സിൽ കിടന്ന് വിങ്ങുന്നു. അവന് മാത്രമല്ല ആ ആളല്, ഞാനും മാഷുമൊക്കെ കഴിഞ്ഞ കുറെ ദിവസമായി അതിന്റെ പിടിയില. കണ്ണടച്ച് ഉറങ്ങാൻ കഴിയുന്നില്ല. എന്തിനു വെറുതെ വേണ്ടാത്തത് ചിന്തിക്കണം, ഒക്കെ അനുകൂലമായിട്ട് വരും എന്ന് മനസ്സിനെ ബലപ്പെടുത്തിയിട്ടും എന്തോ എവിടെയോ ഒരു ഭയം പോലെ. ദേ, കുറച്ച് സമയം, വളരെ കുറച്ച് സമയം കൂടി ഒന്ന് ക്ഷമിച്ചേക്കേ. അമ്മയുടെ മകൻ അതിനകം കൊച്ചുമോളെയും കൂട്ടി ഇങ്ങ് വരും. എന്നിട്ട് വർഷങ്ങളായി പീഡനം മാത്രം കൊടുക്കുന്ന ഗായത്രി എന്ന സ്ത്രീ കോടതിയിൽ നിന്ന് തല കുമ്പിട്ടു പോയ കാര്യം പറയും. എനിക്കുറപ്പാ. സത്യം. ക്ഷാമായിരിക്കും. ഹലോ ഹലോ. പ്രൊഫസർ ഉണ്ടോ? ഇല്ല. വരുമ്പോ സത്യനാഥൻ സാറ് വിളിച്ചെന്നൊന്ന് പറയണം. കണ്ടിട്ടൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഓക്കെ? സത്യനാഥൻ സാറ് അയാൾക്ക് വിളിക്കാൻ കണ്ട സമയം
വിളിക്കുന്നവരൊക്കെ ശ്യാമേട്ടൻ മാത്രമാണോന്നാ ചിന്ത. അതെ, അത് മാത്രമേ ഉള്ളൂ ചിന്ത. എന്നാ കൂടെ ഒരാൾ കൂട്ടുപോയിട്ടുണ്ട്. വീട്ടിലുള്ളവർ ആദ്യം കയറി ഇരിക്കുക, ഒന്നിങ്ങോട്ട് വിളിക്കണം, ആ വിചാരം ഒന്നുമില്ല. സാറ് വെറുതെ അപ്സെറ്റ് ആകരുത്. സിറ്റുവേഷൻ മനസ്സിലാക്കണം. എല്ലാവർക്കും ധൈര്യം കൊടുക്കേണ്ടത് സാറിന്റെ കടമയാണെന്ന് ഓർക്കണം. എന്നാലും എന്റെ കുഞ്ഞ് അവക്ക് എങ്ങനെ പറയാൻ തോന്നി ഡോക്ടറെ, അച്ഛനെ വേണ്ടാന്ന് പറഞ്ഞ് അമ്മയോടൊപ്പം പോണമെന്ന്? ജയിക്കാനായി എന്ത് വൃത്തികെട്ട കളിയും ഗായത്രി പുറത്തെടുക്കും. അതറിഞ്ഞിരുന്നിട്ടും ചതി മുൻകൂട്ടി കാണാതെ പോയതാ നമുക്ക് പറ്റിയ അബദ്ധം. അമ്മ മകളെ സ്വാധീനിച്ചു, കഴിവിന്റെ പരമാവധി. അതിന്റെ വില അമ്മയ്ക്ക് മകൾ നൽകുകയും ചെയ്തു. ആ വിലയ്ക്ക് പകരമായി ഇനിയിപ്പോ ഞാൻ എന്താ എന്റെ ശ്യാമിന് മടക്കി കൊടുക്കുക? അമ്മമ്മോടില്ലാതെ എന്റെ കുട്ടി ഇനി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുമോ? ആർക്കെങ്കിലും അവനെ മടക്കി കൊണ്ടുവരാൻ കഴിയുമോ? പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചു. ഇനിയിപ്പോ നമ്മൾ കൂട്ടായി എത്തിക്കണം. കഴിയുമെങ്കിൽ എങ്ങനെയും അമ്മമോളെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഗായത്രിയുടെ പക്കൽ നിന്നോ? അസാധ്യമായ കാര്യമാണ്, അറിയാം. എങ്കിലും അവളൊരു സ്ത്രീയല്ലേ. അവസാന നിമിഷം എന്തെങ്കിലും ഒരു സിമ്പതി. ഇല്ല ഡോക്ടറെ, അത് പ്രതീക്ഷിക്കണ്ട. കാല് പിടിക്കാൻ ചെന്നാൽ കാറി തുപ്പും, എന്നിട്ട് പുറത്താക്കി ഗേറ്റ് അടയ്ക്കും. കയ്യിൽ കിട്ടിയത് ഒന്നും വിട്ടുകളയില്ല, ആർക്കും കൊടുക്കുകയില്ല. അതാ സ്വഭാവം. വേണമെങ്കിൽ ഞാൻ ഗായത്രി ഒന്ന് പോയി. ഞാൻ സമ്മതം മൂളില്ല. ശ്യാമിനായി വാദിക്കാൻ ചെല്ലുന്നവരൊക്കെ അവരുടെ ശത്രുക്കളാ. അതിന് തക്ക സ്വീകരണമേ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവൂ. പോയത് പോയി. ഡോക്ടർ പറഞ്ഞതുപോലെ അശ്രദ്ധ കൊണ്ട് കാത്തു സൂക്ഷിച്ച നിധി പോയി. ഇനിയിപ്പോ ഈ 65-ാം വയസ്സിൽ മകളെ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ്റെ വേദന കണ്ട് അങ്ങ് പോകാം. സാർ വിഷമിക്കരുത്. അല്ലാതെ ഞാൻ എന്താ ചെയ്യുക? ഒരെത്തും പിടിയും കിട്ടുന്നില്ല എനിക്ക്. കേസ് തീരുന്നതോടെ വലിയൊരു പരീക്ഷണം തീരുമെന്ന് കരുതി. പക്ഷെ അത് തുടങ്ങുക, ഒരിക്കലും അവസാനിക്കാത്ത പരീക്ഷണം.